പഠിച്ച ആയിട്ടുള്ള ഭരണഘടന അനുസൃതമായി വെട്ടി ഒതുക്കപ്പെട്ട് അത്രയും ബുദ്ധി പ്രയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഇന്ന് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന അധികാര പ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അത് ഭരതൻ എത്രയോ മുമ്പ് പ്രവചിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. ഈ ഭരതന്റെ രണ്ടാം ഭാഗം അങ്ങനെ വിളിക്കാമെങ്കിൽ ചെറിയൊരു നോവലാണ്, അതിന് ഭാഗങ്ങളൊന്നുമില്ല. പക്ഷെ അതിന്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് വളരെ സർറിയൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ്. അവിടെ ജഡ്ജി ഭരതനെ വിചാരണ ചെയ്യാണ്. അവിടെ ജഡ്ജി എന്ന് പറയുന്ന ആള് ഈ അമ്പി എന്ന് പറയുന്ന എന്താ പറയാ ആവശ്യക്കാർക്ക് ചായ മുതൽ കഞ്ചാവ് വരെ വിതരണം ചെയ്യുന്ന ഒരു കടക്കാരനാണ് അവിടെ ജഡ്ജിയായിട്ട് വരുന്നത്. വാദിയായിട്ടും സാക്ഷിയായിട്ടും വരുന്നത് ഈ പറഞ്ഞ പഠിച്ചവർ മുഴുവനാണ്. അങ്ങനെയാണ് ഈ ഭരതനെ ഏറ്റവും അവസാനം ഒരു സിംബോളിക് ആയിട്ടുള്ള ഈ അധികാരം എന്ന് പറയുന്ന പട്ടി തന്റെ പല്ലിൽ കോർക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ നോവൽ അവസാനിപ്പിക്കുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്ന ആശയം നമ്മൾ ഈ നവോത്ഥാനം തൊട്ട് അല്ലെങ്കിൽ ആധുനിക കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ആളുകൾക്ക് ഒരു സോഷ്യൽ മൊബിലിറ്റി കിട്ടിയ ചരിത്രമാണെന്ന് പറയും. നമുക്കറിയാം അതിനു മുമ്പ് എത്രയോ കൊല്ലങ്ങളായിട്ട് മനുഷ്യര് ഒരേ വിധിയിൽ കുടുങ്ങിക്കെടുക്കുന്ന മനുഷ്യരായിരുന്നു. ഒരേപോലെ മുത്തച്ഛൻ ജീവിച്ച പോലെ, പ്രപിതാമകൻ ജീവിച്ച പോലെ ഏറ്റവും താഴത്തെ തലമുറയിലെ ആൾക്കാർ വരെ ജീവിച്ചിരുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നമ്മളെയൊക്കെ ഈ പറയുന്ന നവോത്ഥാനം എന്ന് പറയുന്ന ഒരു സംഗതി, പലതരത്തിലുള്ള നവോത്ഥാനങ്ങള് നമ്മളൊക്കെ ഇളക്കി പ്രതിഷ്ഠിക്കുകയും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അവസരവും ജാതി മതമൊക്കെ വെടിഞ്ഞ് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പൊ ആ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്ന ആശയം എങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു, സാമൂഹ്യ ചലനാത്മകത എന്ന് പറയുന്ന ആശയം എങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു രാഷ്ട്രീയ അന്തർഗതം ഈ ഭരതൻ എന്ന് പറയുന്ന നോവലില്. ഇതിലൊക്കെ തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഇവരൊക്കെ പഠിച്ചവരാണെന്ന് പറഞ്ഞു. പഠിച്ചവരാണ്, ആ തരത്തിൽ സാമൂഹ്യ ചലനാത്മകത നേടിയവരുമാണ്. പക്ഷേ ഈ ചലനാത്മകത എന്ന് പറയുന്നത് ഒരു തരത്തിൽ പുതിയൊരു സ്വത്വം ആർജിക്കലാണ്. പുതിയൊരു സ്വത്വം ആർജിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അർത്ഥത്തിലല്ല അത് പറയുന്നത്, ഭരതനിലെ നോവലിൽ പറയുന്നത്. മറിച്ച് നെഗറ്റീവായി വേരുകളെ മറക്കുക എന്നുള്ള തരത്തില്, വേരുകളിൽ നിന്ന് മുറിച്ച് കളയുക എന്നുള്ള അർത്ഥത്തില് പുതിയൊരു സ്ഥലത്തേക്ക് ഇവര് മാറുകയാണ്. ഈ പറയുന്ന കമലേഷ് കുമാർ ഗോയലും മധു ചതുർവേദിയും ഒക്കെ തന്നെ തങ്ങളുടെ ഭൂതകാലത്തെ പറ്റി ആലോചിക്കാൻ പോലും ഇഷ്ടപ്പെടാത്തവരാണ്. അതുകൊണ്ടാണ് ആലോചിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, മൂടി വെക്കാൻ, ആ ചരിത്രം തങ്ങളിൽ നിന്ന് വെട്ടി മാറ്റാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവരൊക്കെ ഈ പറഞ്ഞ മാതിരി ഗ്രാമീണ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള, ഗ്രാമീണ ഇന്ത്യയിലെ ചലനാത്മകത, അത്തരം സോഷ്യൽ മൂവ്മെന്റ്സിന്റെ ഒക്കെ മുന്നേറ്റത്തിൽ പെട്ട് അതുവഴിയാണ് അവർക്ക് പഠിക്കാൻ അവസരം കിട്ടുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ അവര് ഈ പറയുന്ന ചരിത്രത്തെ മുഴുവൻ വെട്ടിമുറിച്ച് കളയാനും മറക്കാനുമാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മധുവിന്റെ ഭർത്താവ് കിഷൻ എന്ന് പറയുന്ന ഗ്രാമീണൻ, ചെറുപ്പത്തിലെ അവരെ കല്യാണം കഴിഞ്ഞു, പിന്നെ അവര് വലുതായി വരുമ്പോഴേക്ക് ഇവർക്ക് പഠിക്കാനൊക്കെ അവസരം കിട്ടി ഇങ്ങനെ പോകുന്നു. ഈ ഗ്രാമീണൻ അന്വേഷിച്ചു വരികയാണ് IITയുടെ ഉള്ളിലേക്ക്, ഈ പറയുന്ന വിദ്യയുടെ ഒരു ജിക്സോ പസിലിന്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ഒരു രാവണൻ കോട്ടയിലേക്ക് ഇയാൾ അന്വേഷിച്ചു വരികയാണ്. ഈ അന്വേഷിച്ചു വരുമ്പോ അയാളെ കൊല്ലുന്നതിന്റെ ഒരു കാരണം ഈ പാസ്റ്റിനോടുള്ള ഈ പുതിയ ഒരു തലമുറയുടെ, അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ഈ തലമുറയുടെ പാസ്റ്റിനോടുള്ള ഒരു വിരോധം മൂലമാണെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. തന്റെ പാസ്റ്റിനെ വെട്ടിക്കളയാന്ന് പറയുന്ന ഒരു പുതിയൊരു സ്ഥലം ഉണ്ടാക്കുക എന്ന് പറയുന്ന, പുതിയൊരു സ്വത്വബോധം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിന് പുതിയൊരു പാസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന അർത്ഥം കൂടി ഉണ്ടെന്ന് ഇവരെ കാണിച്ചു തരുന്നു. അതേസമയം ഇതിലെ ഈ പറയുന്ന ഇരകളായിട്ട് തീരുന്ന കുറെ മനുഷ്യരുണ്ട്. യോഗേശ്വർ പ്രസാദിനെ പോലുള്ള ഈ ബാങ്ക് കാവൽക്കാരൻ, അയാള് ജീവിതത്തിൽ ഒരു നല്ല എന്താ പറയാ വസ്ത്രം ഇട്ടിട്ടില്ല, ഒരു നല്ല ആഹാരം കഴിച്ചിട്ടില്ല. ആ മനുഷ്യനാണ് ഈ ബാങ്കിന് കാവൽ നിൽക്കുമ്പോൾ അവിടുത്തെ വലിയ സെക്യൂരിറ്റി ഓഫീസർ വന്നിട്ട് കള്ളനോട്ട് വെച്ചിട്ട് ഈ ബാങ്കിലെ ക്യാഷ് മാറ്റിയെടുക്കാൻ ഇയാളെ ബ്രൈബ് ചെയ്യുന്നത്, ഇയാളെ കൈക്കൂലി കൊടുക്കുക എന്ന് പറയുന്നത്. അയാളാണ് അവിടെ ചെറുത്ത് നിൽക്കുന്നത്. ആ ചെറുത്തേൽപ്പിന്റെ ഫലമായിട്ട് അയാള് കൊല്ലപ്പെടുകയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇയാളുടെ മൂല്യബോധം എന്ന് പറയുന്നത് വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു മൂല്യബോധമാണ്. ശരിക്കും നോക്കുമ്പോൾ അയാൾക്ക് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സാധനത്തില്, സത്യം എന്ന് പറയുന്ന ഒരു സാധനത്തില് വിശ്വാസമുണ്ട്. പക്ഷെ മറ്റുള്ളവർക്കൊക്കെ തെളിവിലാണ് വിശ്വാസം. അവർ തെളിവ് എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള, കോടതി വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു സംഗതിയിൽ നിൽക്കുമ്പോൾ ഇയാള് പ്രാകൃതമായിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുക. അങ്ങനെ ആ സ്ഥലത്ത് നിൽക്കുന്ന
നിൽക്കുന്നതുകൊണ്ട് ഇയാൾ കൊല്ലപ്പെടുന്നു. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയ മാജിക്കൽ റിയലിസ്റ്റിക് സീൻ എന്നൊക്കെ പറയാവുന്നത് ഇയാൾ കാണാൻ വരുന്നുണ്ട്. ഭരതനെ ഈ ഹാംലെറ്റിനെ പ്രേതം കാണാൻ വരുന്ന പോലെ, അച്ഛന്റെ പ്രേതം കാണാൻ വരുന്ന പോലെ ഈ യോഗേശ്വർ പ്രസാദിന്റെ പ്രേതം വരുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, എനിക്ക് സ്വർഗത്തിലും പ്രവേശനം കിട്ടിയില്ല, നരകത്തിലും പ്രവേശനം കിട്ടിയില്ല. ഞാൻ മാത്രല്ല, ഇങ്ങനെയുള്ള ബ്രൈബോ പിന്നെ ഒന്നിനും വഴങ്ങാത്ത മനുഷ്യര്, സത്യം എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തിൽ ആവാഹിച്ച മനുഷ്യര് മുഴുവൻ ഇങ്ങനെ എങ്ങും പോവാൻ പറ്റാണ്ട് സസ്പെൻഡഡ് ആയിട്ട് ഇങ്ങനെ തൂങ്ങിക്കെടുക്കുകയാണ്. ചരിത്രത്തിലായിക്കോട്ടെ, മെറ്റാഫിസിക്സിലായിക്കോട്ടെ, ഇനി അതിന്റെ അപ്പുറത്തുള്ള എന്ത് പോസ്റ്റ് മോഡേൺസിലായിക്കോട്ടെ, എവിടെയായാലും ഈ മനുഷ്യർ ഇങ്ങനെ തൂങ്ങിക്കെടുക്കാണ്. ഒരു എക്സിസ്റ്റൻസും കിട്ടാതെ, ഒരു അസ്തിത്വം കിട്ടാതെ തൂങ്ങിക്കെടുക്കുന്ന മനുഷ്യരുടെ കഥ അയാൾ പറയുന്നുണ്ട്. ഈ ഭരതൻ എന്ന് പറയുന്ന ആളും അങ്ങനെയാണ്. കേരളത്തെ ഒരു കാലത്തിന് ശേഷം നിലനിർത്തിയ ഒരു വലിയ ഒരു ഡയസ്പോറയുണ്ട്, ഒരു വലിയ കേരളത്തിന്റെ ഒരു പ്രവാസ ചരിത്രമുണ്ട്. ഈ പ്രവാസ ചരിത്രത്തിന്റെ അവസാനത്തെ ആളാണ് അതിലെ ഭരതൻ എന്ന് പറയുന്നത്. ഭരതന്റെ മുത്തച്ഛന്റെ അച്ഛൻ മുതൽ ഇങ്ങനെ പ്രവാസികളാണ്. സിലോൺ, പലരും കൊളംബിലായിരുന്നു, പലരും കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലായിരുന്നു. അങ്ങനെ ഒരു മലയാളിയുടെ ഒരു സാമ്പത്തിക ചരിത്രത്തെയും സാമൂഹ്യ ചരിത്രത്തെയും നിർണയിച്ച പ്രവാസം എന്ന് പറയുന്ന ഒരു വലിയ ഘടകത്തിന്റെ ഇങ്ങേറ്റത്തെ ആളാണ് ഇയാള്. അതിൽ പറയുന്നുണ്ട്, എന്റെ മുത്തച്ഛൻ സിലോണിൽ എന്തായിരുന്നു ജോലി എന്ന് ചോദിച്ചാൽ പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ ഇങ്ങനെ നാവ് നീട്ടി നിൽക്കും, നാവ് പുറത്തിട്ട് നിൽക്കും. ഈ കവറ് അയക്കാൻ വരുന്ന ആളുകൾ സ്റ്റാമ്പ് ഒട്ടിക്കാൻ വേണ്ടി ഇയാൾ നാവില് അമർത്തിയിട്ടാണ് സ്റ്റാമ്പ് ഒട്ടിക്കാന്ന് പറയുന്നത്. ഭരതൻ എന്ന് പറയുന്ന നോവലിലെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള മോട്ടീവുകൾ ഒന്നാണത്. ഇങ്ങനെ നാവ് നീട്ടി നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഒരു തരത്തിൽ ഇങ്ങനെയുള്ള നാവിലാണ് ഈ പറയുന്ന എല്ലാവരും, എല്ലാ അധികാരികളും അവരവരുടെ സ്റ്റാമ്പുകൾ ഒട്ടിക്കാനുള്ള പശ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറയുന്ന തരത്തില് ആ മോട്ടീവ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായി. അതിൻ്റെ ഉള്ളിൽ, ആ പ്രമേയത്തിന്റെ ഉള്ളില് മുഴുവനായിട്ടും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്ന തരത്തില് ആദ്യമായൊരു പദപ്രയോഗം മലയാള നോവലിൽ വരുന്നത് തന്നെ ഒരുപക്ഷെ ഭരതനിലായിരിക്കും. തീർച്ചയായിട്ടും അന്നത്തെ ഒരു കൺസെപ്റ്റില്, അന്നത്തെ ഒരു സങ്കല്പനത്തില് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വെറും കണക്കുകൂട്ടൽ യന്ത്രമായിട്ട് തന്നെയാണ് കോവിലിലും കണ്ടിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തൊരു സാങ്കേതിക വികാസം എന്ന് പറയുന്നത് നമ്മൾക്കൊന്നും അന്നത്തെ കാലത്ത് ഏറ്റവും ക്രാന്തദർശിയായിട്ടുള്ള ആൾക്കാർക്ക് പോലും നിർണയിക്കാൻ കഴിയാത്ത വിധം, നിർവചിക്കാൻ കഴിയാത്ത വിധം അങ്ങനെ ഒരു വിപ്ലവമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ മനുഷ്യന്റെ ഒരു ലീലാപരതയെ, ഒരു പ്ലേഫുൾനെസ്സിന് ഒരുപാട് സ്ഥലം കൊടുത്തിട്ട് അത് വേറൊരു തരത്തിൽ വികസിക്കുകയുണ്ടായി. ഇപ്പൊ സോഷ്യൽ നെറ്റ്വർക്കുകളായാലും അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സംഗതികളായാലും അതിൻ്റെ ഉള്ളിലൊക്കെ മനുഷ്യന്റെ ഒരു തരം ലീലാപരതയെ അല്ലെങ്കിൽ ഒരു തരം ജനാധിപത്യ പ്രയോഗത്തെ പോലും ഒക്കെ വിശാലമാക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു വശം തീർച്ചയായിട്ടും ഈ സാങ്കേതിക വിദ്യക്ക് ഉണ്ടായി. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് അതിനെന്ത് പറ്റി എന്നുള്ളതും കൂടി നമ്മൾ പരിശോധിക്കണം. നമ്മളെ ഇതുവരെയുള്ള ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ മുഴുവൻ നോക്കുകയാണെങ്കിൽ അതിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കേന്ദ്രീകരണം, ഇന്നത്തെ പോലെ സാങ്കേതികത ഉപയോഗിച്ചിട്ടുള്ള ഒരു കേന്ദ്രീകരണം സാധ്യമായി ഇരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് ഒരുതരം ഗറില്ലവാർ നടത്താനുള്ള ഒരുതരം ഒളിപ്പോര്, ഞാൻ പറയുന്ന ചിന്തയിൽ ഒളിപ്പോര്, ആശയത്തിൽ ഒളിപ്പോര്, അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ഒരു ഒളിപ്പോര് നടത്താനുള്ള ഒരു സ്ഥലം എപ്പോഴും ബാക്കിയിട്ടിരുന്നു. ഇത് നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ശിവസേനയുടെ വലിയ തലവൻ ബാൽ താക്കറെ മരിച്ചതിന് അന്ന് വളരെ നിർദോഷം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കമന്റ് ഇട്ടതിനാണ് ചെറുപ്പക്കാരെ, 2-3 ചെറുപ്പക്കാരെ ബോംബെയിൽ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ട്. അത് ലൈക്ക് ചെയ്തതിന്, അത് ഷെയർ ചെയ്തതിനൊക്കെ ആണ്. ഇപ്പോ ഈ അബ്കി ബാർ മോഡി സർക്കാർ എന്ന് പറയുന്ന ആ വലിയ മുദ്രാവാക്യത്തിന് വെറുതെ ഒന്നൊരു പാരഡി എഴുതി, അബ്കി ബാർ നേതാക്കി സംസ്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു പാരഡി എഴുതിയതിനാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ഭട്കൽ, നമ്മുടെ അടുത്തുള്ള കർണാടകയിലെ ഭട്കൽ സ്വദേശിയെ പിടിച്ചിട്ട് ജയിലിലിട്ടത്. അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത തരത്തിൽ ഈ സാങ്കേതികത എന്ന് പറയുന്നത് ഒരു ഭരണകൂട കേന്ദ്രിതത്വത്തിനെ സഹായിക്കുന്നുണ്ടെന്നുള്ളത് വളരെ വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സ്ഥലത്ത് നമുക്ക് ജനാധിപത്യ പ്രയോഗം, അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് റെവല്യൂഷൻസ് ലോകത്തുണ്ടാക്കുന്നു. ഇപ്പം ഈ പറഞ്ഞ കഴിഞ്ഞ നൂറ്റാണ്ടിലെ, കഴിഞ്ഞ ദശകങ്ങളിലെ ഏറ്റവും വലിയ വിപ്ലവങ്ങൾ, മുല്ലപ്പൂ വിപ്ലവം പോലുള്ള വലിയ റെവല്യൂഷൻസ് ഉണ്ടാക്കുന്നു, ജനാധിപത്യ അവകാശങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പുറത്ത് ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് മനുഷ്യരെ പെട്ടെന്നൊരു വലയിൽ കുരുക്കാവുന്ന മീനുകളാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇത് കോവിലൻ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അപ്പൊ സാങ്കേതിക വിദ്യ എങ്ങനെയാണ് ഒരു തരത്തിൽ പൊട്ടിത്തെറിച്ചതെന്ന് കാണാൻ കോവിലിനെ കണ്ടിട്ടില്ലെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും
ഈ ഒരു സംഗതി വേറൊരു തരത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് 1924 TS എലിയറ്റ് എഴുതിയ 2-3 വരികളുണ്ട്. 1924 അന്ന് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടേ ഇല്ല. റോക്സ് എന്ന് പറയുന്ന കവിതയിൽ എലിയറ്റ് എഴുതുന്നുണ്ട്, വേർ ഈസ് ദ ലൈഫ് ലോസ്റ്റ് ഇൻ ലിവിങ്, where is the wisdom lost in knowledge and where is the knowledge lost in information എന്ന് പറഞ്ഞ് 3 വരി എഴുതുന്നുണ്ട്. ജീവിക്കലിൽ നഷ്ടപ്പെടുന്ന ജീവിതം എവിടെ, ജ്ഞാനത്തിൽ നഷ്ടപ്പെടുന്ന ബുദ്ധി എവിടെ, വിവരത്തിൽ നഷ്ടപ്പെടുന്ന ജ്ഞാനം എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ അന്ന് വായിക്കുമ്പോൾ അത് എന്തോ ഒരു സംഗതിയുള്ളൂ. ഇന്ന് ഇൻഫർമേഷൻ എന്ന് പറയുന്ന പദത്തിന് വളരെ വളരെ പ്രാധാന്യം എത്തിയ ഒരു സമൂഹത്തിൽ ഇന്ന് പാണ്ഡിത്യം എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തില് അത് നിഷ്ഫലമായിക്കൊണ്ടിരിക്കുക. ഗൂഗിളിനേക്കാളും വലിയ പണ്ഡിതനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനേക്കാളും പണ്ഡിതനാണ് ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ. അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ വിവരം എന്ന് പറയുന്ന ഒരു സാധനം, ജ്ഞാനം എന്ന് പറയുന്ന സാധനം, വിവേകം എന്ന് പറയുന്ന സാധനം, ഇതിന്റെ ഒക്കെ വ്യത്യസ്തതകൾ പതുക്കെ 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 നമുക്ക് മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇത് വളരെ 24 എലിയറ്റ് 3 വരി കൂടെ ഈ ഒരു കോണ്ടക്സ്റ്റ് കണ്ടിട്ട് പോലും ഇല്ലാണ്ട് എഴുതുന്നുണ്ട്. അപ്പൊ അത്തരത്തിലാണ് ഈ ഭരതൻ എന്ന് പറയുന്ന നോവലും. ഒരർത്ഥത്തിൽ ഈ പറയുന്ന ഈ സാങ്കേതികതയുടേതായിട്ടുള്ള ഒരു വിവരത്തില് നഷ്ടപ്പെടുന്ന ജ്ഞാനത്തെയും ബുദ്ധിയെയും വിവേകത്തെയും പറ്റിയൊക്കെയുള്ള ഒരു വലിയ കാണിച്ചു തന്നെയായിരുന്നു കോവിലിന്റെ നോവൽ എന്ന് പറയുന്നത്. അത് ഈ കാഫ്ക ട്രയലൊക്കെ എഴുതിയ പോലെ, കാസിലൊക്കെ എഴുതിയ പോലെ ഒരു തരത്തിലുള്ള ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു റെജിമെന്റേഷന്റെ ഒരു സ്ഥലമായിട്ടാണ് ഈ എഡ്യൂക്കേഷന്റെ പരമപവിത്രമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ കോവിലൻ കാണിച്ചു തന്നിട്ടുള്ളത്. അത് കോവിലൻ പട്ടാള നോവൽ എഴുതിയേക്കാളും വലിയ പട്ടാളച്ചിട്ടയാണ് ഇതിന്റെ ഉള്ളിലെ റെജിമെന്റേഷൻ എന്ന് പറയുന്നത്. ഈ വിദ്യാഭ്യാസ സ്ഥലത്തെ ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന്റെയും മുക്തിയുടെയും ഒക്കെ ഒരു സ്ഥലമായിട്ട്, ആളുകൾ ആനന്ദത്തിന്റെ സ്ഥലമൊക്കെ കാണുന്ന ഈ ക്യാമ്പസിനെ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലൊരു റെജിമെന്റേഷൻ പ്രവർത്തിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരാൻ കോവിലിനെ കഴിഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞ പോലെ വലിയ നോവലുകളുടെ ഒരു ഗണത്തില്, ലോകത്തിലെ തന്നെ വലിയ നോവലുകളുടെ ഗണത്തില് ഈ ഭരണഘടന എന്ന് പറയുന്ന ഈ പുസ്തകത്തിനെ നേരിടാനുള്ള ഒരു സർഗാത്മകമായ ഒരു വലിയ എഴുത്തായിരുന്നു ആ ചെറിയ പുസ്തകത്തില് കോവിലൻ ചെയ്തു വെച്ചിട്ടുള്ളത്. വളരെ വൈകി ഞാൻ ബഹുമാനപ്പെട്ട MP ഞാൻ തുടങ്ങിയത് കൊണ്ട് മാത്രം കുറെ നേരം ഇവിടെ ഇരുത്തി. നന്ദി. ഇതിന് ഇങ്ങനെ ഒരു അവസരം തന്ന ഈ ഡോക്ടർ R. സുരേഷിന് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. അബ്ദുൽ സമദാനി MP വാക്കിന്റെ അടരുകളിൽ ചരിത്രവും രാഷ്ട്രീയവും സംസ്കാരവും സമന്വയിച്ച കോവിലൻ എന്ന അതുല്യ എഴുത്തുകാരന്റെ 4ാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ആദരപൂർവം സാഹിതീയപൂർവം ഞങ്ങൾ ക്ഷണിക്കുന്നു. അഭിവന്ദനായ കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി, ബഹുമാന്യ സ്നേഹിതൻ ശ്രീ ഗോപാലകൃഷ്ണൻ അവറുകളെ, ബഹുമാന്യനായ ശ്രീ ആൻഡോ, പ്രൊഫസർ തോമസ് കുട്ടി, ബഹുമാനപ്പെട്ട ഗോപികൃഷ്ണൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, കോവിലിനെ ഓർക്കുക എന്ന് പറയുന്നത് ധന്യമായ ഒരു സാംസ്കാരിക കർത്തവ്യമാണ്. ഏതൊരു എഴുത്തുകാരനെയും ഓർക്കുന്നതിൽ സാമൂഹികമായ ഒരു ധർമ്മമുണ്ട്, സാമൂഹികമായ ഒരു ദൗത്യമുണ്ട്, സാമൂഹികമായ സബര്യയുടെ സ്പന്ദമുണ്ട്. അതിലപ്പുറം കോവിലിനെ പോലുള്ളൊരു മഹാനായ എഴുത്തുകാരനെ ആണ് ഓർക്കുന്നതെന്ന് വരുമ്പോൾ സ്വയം തന്നെ ആ സ്മരണ ധന്യമായിത്തീരുന്ന, ആ അനുസ്മരണം ധന്യമായിത്തീരുന്ന അനുഭവമാണുള്ളത്. ഞാൻ ആദ്യമേ ഈ സദസ്സിലെത്താൻ ഇത്രയും പ്രബുദ്ധമായ, എനിക്കും ഇത്രയും ബഹുമാന്യമായ ഈ സദസ്സിലെത്താൻ വൈകിയതിന് ബഹുമാനപ്പെട്ട സഹോദരങ്ങളോട്, സംഘാടകരോട് പ്രത്യേകിച്ചും ക്ഷമ ചോദിക്കുകയാണ്. കോഴിക്കോട്ടൊരു വളരെ പ്രധാനപ്പെട്ട പരിപാടി ഇത് നിശ്ചയിച്ച ശേഷം ആണ് വന്നതെങ്കിൽ പോലും
ഒഴിച്ചുകൂടാനാവാത്തൊരു പരിപാടി വന്ന് ഞാൻ ആൻഡോയോട് പറഞ്ഞിരുന്നു, വൈകി എത്താൻ കഴിയും. അങ്ങനെ നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചതാണ്. വരുന്ന വഴിക്ക് കുറ്റിപ്പുറം ഭാഗത്തൊരു വലിയ റോഡ് പണിയുടെ ബ്ലോക്കിലും പെട്ടു. അതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇത്രയും ബഹുമാനപ്പെട്ട ഒരു സദസ്സ്, മഹാനായ ഒരു കാവൽക്കാരനെ ഓർക്കുന്ന സന്ദർഭം, കാവൽക്കാരൻ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു കാവൽക്കാരനെ ഓർക്കുന്നൊരു സദസ്സ്. കോവിലൻ എനിക്ക് ഗുരുതുല്യനാണ്. അതുകൊണ്ട് എനിക്കിങ്ങോട്ട് വരുമ്പോൾ വലിയ കുറ്റബോധമുണ്ട് വൈകി എത്തിയതിന്. അതൊക്കെ ഞാനിവിടെ ഹൃദയപൂർവ്വം പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ ആകെ എനിക്കുള്ളൊരു ആശ്വാസം, തുടങ്ങണമെന്ന് പറഞ്ഞിരുന്നു, സദസ്സ് പരിപാടി തുടക്കം കുറിച്ചു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു, തീരെ സമയം നഷ്ടപ്പെട്ടില്ല. 3:30 തുടങ്ങി ഇതുവരെയും പ്രബന്ധങ്ങളായിട്ട്, സംസാരങ്ങളായിട്ട് ശ്രീ ഗോപാലകൃഷ്ണൻ സംസാരിച്ചു, തോമസ് കുട്ടി സംസാരിച്ചു, ഗോപികൃഷ്ണൻ സംസാരിച്ചു, ശ്രീ മാടമ്പ് കുഞ്ഞുകുട്ടൻ സംസാരിച്ചു. കോവിലൻ്റെ സാഹിത്യ സഞ്ചാരത്തിലൂടെ വളരെ പ്രബുദ്ധമായിട്ടുള്ള ഒരു അനുഭവം സദസ്സിന് തീർച്ചയായും ഇവിടെ ലഭിച്ചു. ഈ കഴിഞ്ഞ ദിവസം ഇക്കഴിഞ്ഞ തുഞ്ചൻ സാഹിത്യോത്സവത്തിൽ, അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഇവിടെ തുഞ്ചൻ മഠത്തിലെ അതിഥികളോടൊപ്പം അവിടുത്തെ കുടിലിൽ നിന്ന് വേദിയിലേക്ക് വരുമ്പോൾ MT വാസുദേവൻ നായരുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത്, എന്താ സന്ദർഭം എന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ അറിയാതെ പറഞ്ഞുപോയി, മനുഷ്യൻ്റെ ഏറ്റവും മൗലികമായ പ്രേരണ വിശപ്പാണ് എന്ന്. അപ്പം എല്ലാവരും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്ന ആളുകൾ, വലിയ എഴുത്തുകാരൊക്കെ ആ കൂട്ടത്തിലുണ്ട്, മലയാളത്തിലെ തുഞ്ചൻ മഠത്തിൻ്റെ ഭാരവാഹികളായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരുണ്ട്. എല്ലാവരും ഒരു നേരം നിന്നെടുത്തുനിന്ന് തിരിഞ്ഞു നിന്നു. മനുഷ്യൻ്റെ ഏറ്റവും മൗലികമായ പ്രേരണ വിശപ്പാണ്. ഇത് എന്നെ പഠിപ്പിച്ചത് ഒരുപക്ഷെ കേരളീയരെ, മലയാളി സമൂഹത്തെ, നമ്മുടെ കാലഘട്ടത്തെ അതിൻ്റെ തീക്ഷ്ണതയോടെ പഠിപ്പിച്ചത് കോവിലനാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, കോവിലൻ്റെ ഒരു പ്രസംഗത്തിലെ വാചകമാണിത് എന്ന്. ഇത് ഈ വർഷം ഞാൻ അറിയാതെ കോവിലിനെ ഓർത്തുപോയ, കോവിലിനെ ഓർക്കാൻ നമ്മെപ്പോലുള്ളവർക്കൊരു പ്രത്യേക സന്ദർഭത്തിൻ്റെ ആവശ്യകതയില്ല, ഒരു പ്രത്യേക സംഗമത്തിൻ്റെ ആവശ്യകതയില്ല. വലിയ വലിയ എഴുത്തുകാരങ്ങനെയാണ്. അവരെ വായിച്ചു വളർന്നതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ മൂലധനം എന്ന് പറയുന്നത്. ഈ വായന നഷ്ടപ്പെട്ട് വെറും ഒരു യാന്ത്രിക ലോകത്തേക്ക്, വിവരസാങ്കേതിക വിദ്യ തുറന്നുവിട്ട ഒരു യാന്ത്രിക ലോകത്തേക്ക് നമ്മുടെ പുതിയ തലമുറ ചുരുങ്ങുന്നുവെന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്ന ഗോപികൃഷ്ണൻ്റെ പ്രസംഗം ഇങ്ങനെ കേൾക്കുമ്പോൾ, അത് ആസ്വദിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയായിരുന്നു, മനുഷ്യൻ വായനയിലേക്ക്, പഠനത്തിലേക്ക്, പുസ്തകങ്ങളിലേക്ക് നമ്മുടെ സമൂഹം സഞ്ചരിക്കുന്നതിൻ്റെ സുഹൃതങ്ങൾ എത്ര അനന്തമാണ്. പക്ഷെ ആ സുഹൃതങ്ങൾ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്നുള്ള വേദനാജനകമായിട്ടുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ട സമയമാണിത്. കോവിലിനെ പോലുള്ള ഒരു വലിയ എഴുത്തുകാരനെ ഓർക്കുന്ന ഈ സന്ദർഭം, ഞാനിവിടെ ശ്രീ കോവിലൻ്റെ കലയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ രചനാ പ്രപഞ്ചത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. അതിന് ഇവിടെ ഇരിക്കുന്നവരെ പോലെ യോഗ്യനായിട്ടുള്ള ആളുമല്ല ഞാൻ കോവിലൻ്റെ ഒരു വിദ്യാർത്ഥി മാത്രമാണ്. എല്ലാ കാര്യത്തിലും വിദ്യാർത്ഥിയാണ്, എന്നും വിദ്യാർത്ഥിയാണ്, വിദ്യാർത്ഥി മാത്രമാണ്, എന്നും വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി. പക്ഷേ കോവിലൻ്റെ വിദ്യാർത്ഥിയാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. കോവിലൻ്റെ പുസ്തകങ്ങൾ
കോവിലൻ്റെ ജീവിതം, കോവിലൻ്റെ ദർശനം, ജീവിതത്തോട് അദ്ദേഹം പുലർത്തിയിട്ടുള്ള അതികഠിനമായ ആത്മാർത്ഥത, എഴുത്തിനോടും പുലർത്തിയ ആത്മാർത്ഥത. ഒരു എഴുത്തുകാരനെ ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? ഒരു കഥാകൃത്ത് ഉണ്ടാക്കുകയാണോ അദ്ദേഹത്തെ, അതോ ഉണ്ടാവുകയാണോ ചെയ്യുന്നത്? കോവിലൻ ആരും ഉണ്ടാക്കിയതല്ല, കോവിലൻ സ്വയം ഉണ്ടാവുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വലിയ എഴുത്തുകാരൻ ഏതോ ഒരു സന്ധിയിൽ സ്വയം പിറവിയെടുക്കുകയാണ്. സാഹിത്യ സിദ്ധാന്തങ്ങളൊക്കെ പഠിച്ച് നമുക്കും പറയാം പല പല സാഹചര്യങ്ങളിൽ എഴുത്തുകാരനെ ഉണ്ടാക്കിയെടുക്കുന്നുവെന്ന്. സാഹിത്യത്തെ സിദ്ധാന്തവൽക്കരിക്കുമ്പോൾ അതിനുള്ള ന്യായങ്ങൾ നമുക്കും ലഭിച്ചേക്കാം. പക്ഷെ എത്ര വലിയ എഴുത്തുകാരുണ്ട്, ഉണ്ടായിത്തീർന്ന എഴുത്തുകാർ. ഈ ഉണ്ടായിത്തീർന്ന എഴുത്തുകാരാണ് മാനവരാശിക്ക് കൂടുതൽ പ്രധാനപ്പെട്ടവരായി തീർന്നത്. കോവിലൻ ചെറുപ്പത്തിൽ എഴുത്ത് തുടങ്ങിയിരുന്നു. 19ാമത്തെ വയസ്സിൽ അദ്ദേഹം നോവൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ആരും ഉണ്ടാക്കിയിട്ടില്ല. സാഹിത്യം, സാഹിത്യ പ്രസ്ഥാനങ്ങൾ, സാഹിത്യത്തിലെ കോക്കസുകൾ, ഗ്രൂപ്പുകൾ, ഇതിനൊക്കെ അതീതനായിട്ട് ഏകാന്തനായിട്ട് കോവിലൻ അന്ത്യം വരെ സഞ്ചരിച്ചു. ഏകാന്ത പഥികൻ എന്ന മലയാളത്തിലെ ഒരു എഴുത്തുകാരനെ കുറിച്ച് അശേഷം ഖണ്ഡന ഭയം കൂടാതെ പറയാൻ സാധിക്കുമെങ്കിൽ വളരെ കുറച്ച് പേര് കാണും. കോവിലൻ മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ അദ്വിതീയനായിരിക്കും ശ്രീ കോവിലൻ. ഒറ്റക്ക് സഞ്ചരിച്ചു, ചിന്തയിൽ ഒറ്റക്ക്, എഴുത്തിൽ ഒറ്റയ്ക്ക്, ജീവിതത്തിലും ഒറ്റയ്ക്ക്. ജീവിതത്തിലും ഒറ്റയ്ക്ക്, കൂട്ട് ആവശ്യമില്ല. ഒരു പ്രസിദ്ധമായിട്ടുള്ള പേർഷ്യൻ കവിതയുണ്ട്, ഖൽവത്ത് ദറഞ്ജുമൻ, ഖൽവത്ത് ദറഞ്ജുമൻ. സഭയിലിരിക്കുമ്പോഴും ഏകാന്തൻ, സഭയിലിരിക്കുമ്പോഴും ഏകാന്തൻ. തൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾക്കിടയിൽ കഴിയുമ്പോഴും ഏകാന്തൻ. അങ്ങനെ ഏകാന്തനായിരിക്കുമ്പോഴോ സ്വയം ഒരു സഭയായിത്തീരുന്ന, തനിക്ക് തന്നോട് തന്നെ സല്ലപിക്കാനും സംവദിക്കാനും സാധിക്കുമെങ്കിൽ ഏതൊരു വ്യക്തിക്കും തൻ്റെ അകത്ത് തന്നെ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കാൻ സാധിക്കും. ആ പ്രപഞ്ചത്തിൻ്റെ കരുത്തിലാണ്, ആ പ്രപഞ്ചത്തിലെ കടൽ മഷിയാക്കിയാണ്, ആ പ്രപഞ്ചത്തിലെ പേനത്തുമ്പുകൾ എടുത്തുപയോഗിച്ചുകൊണ്ടാണ് കോവിലൻ ജീവിതത്തിൻ്റെ കഥാകഥനങ്ങൾ തീർക്കുകയുണ്ടായത്. അത് പച്ചയായ ജീവിതമാണ്. കോവിലൻ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോഴും വളരെ സൂക്ഷിക്കണം. കഥാപാത്രങ്ങൾ ഉണ്ടാവുകയായിരുന്നു, കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. കോവിലൻ കൃത്രിമമായിട്ട് സങ്കല്പിച്ചതല്ല. ഒരുപക്ഷെ മലയാളത്തിൽ അങ്ങനെ പറയാവുന്ന മറ്റൊരു എഴുത്തുകാരൻ വേറെയും ചിലരുണ്ട്. ബഷീറും എസ് കെ പൊറ്റക്കാടുമാണ്. ബഷീറിൻ്റെ കഥാപാത്രങ്ങൾ ഉള്ളവരായിരുന്നു. ബഷീർ കഥാപാത്രങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ സാഹസപ്പെട്ടില്ല. എസ് കെയുടെ കഥാപാത്രങ്ങൾ തീർത്തും, എസ് കെയുടെ കഥകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു നോക്കുക, ഒക്കെ കോഴിക്കോട് പരിസരത്തുള്ള മനുഷ്യരാണ്. ആ കോഴിക്കോട് പരിസരത്തുള്ള മനുഷ്യരെ ഇന്നും കാണാൻ സാധിക്കും. ചിലരൊന്നും മരിക്കാതെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ ചില പേരുകളിൽ അങ്ങും ഇങ്ങും ചില മാറ്റങ്ങളൊക്കെ വരുത്തി. ചിലരുടെ പേര് പോലും, എസ് കെ പൊറ്റക്കാടിൻ്റെ കഥാപാത്രങ്ങൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, പേര് പോലും വളരെ കൗതുകകരമാണ്. നാട്ടിൽ ജനങ്ങൾ വിളിക്കുന്ന ചില പേരുകളാണ്. ബഷീറിനെ പോലെ തന്നെ ആനവാരി രാമൻ നായർ, അങ്ങനെയൊക്കെയുള്ള പേര് അവരൊക്കെ നേരത്തെ ഉള്ളവരാണ്. കോവിലൻ ഉണ്ടായിരുന്നു. കോവിലൻ സ്വയം ഉണ്ടായ പോലെ കഥാപാത്രങ്ങളും ഉണ്ടായിരുന്നു. യഥാർത്ഥ ജീവിതത്തെ അന്വേഷിക്കുകയും നിർണയിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഒരു സാഹിത്യകാരൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ശക്തമായ ജീവിതം, ദീപ്തമായ ജീവിതം, സുന്ദരമായ ജീവിതം, ലൈഫ് പവർഫുൾ, ബ്യൂട്ടിഫുൾ, എക്സ്യൂബറൻറ്റ്.
അതിൻ്റെ ദീപ്തിയിൽ, അതിൻ്റെ ശാലീനതയിൽ എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന പ്രപഞ്ചം അങ്ങനെ തന്നെ നിൽക്കുന്നു. അത് വഴി കാണിക്കുന്നു. വഴി കാണിക്കാൻ സാധിക്കാത്ത ആൾക്ക് ഒരു വലിയ എഴുത്തുകാരനാകാൻ സാധിക്കില്ല. കലയ്ക്ക് വേണ്ടിയോ എന്ന ചോദ്യം ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ടാവാം. കല ജീവിതത്തിന് വേണ്ടിയോ, കല സമൂഹത്തിന് വേണ്ടിയോ, കലയ്ക്ക് വേണ്ടിയോ? കോവിലൻ്റെ കാര്യത്തിൽ അത്തരം ചിന്തകൾ അപ്രസക്തമാണ്, അർത്ഥശൂന്യമാണ്. ജീവിതത്തിന് വേണ്ടിയല്ലാത്ത ഒന്നും കോവിലിനില്ല. അതുകൊണ്ട് ആ ചർച്ച തന്നെ അപ്രസക്തമാണ്. എല്ലാം ജീവിതത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു എഴുത്തുകാരൻ്റെ മുമ്പിൽ അത്തരം ചോദ്യങ്ങൾ, അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. എല്ലാം ജീവിതത്തിന് വേണ്ടിയാണ്, എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. പച്ചയായ മനുഷ്യൻ, ആ മനുഷ്യനെ സമീപിക്കുമ്പോൾ പുലർത്തേണ്ട എല്ലാവിധ ബഹുമാനവും കോവിലൻ പുലർത്തി. ബഹുമാനം എന്താണ് ഏറ്റവും വലിയ ആദർശം? ലോകത്ത് മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആദർശം ഏതാണ്? ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യത്വത്തിൻ്റെ മഹിമയാണ്. എനിക്ക് ഇമ്മാനുവൽ കാന്റിനെ വർഷങ്ങളായിട്ട് വളരെ തത്വശാസ്ത്രന്മാർക്കിടയിൽ വളരെ ഇഷ്ടമാണ്. ഞാൻ അടുത്ത കാലത്ത് ഒരു റിസർച്ചിന് പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ തിരക്കിനിടയിൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഡൽഹിയിൽ, എന്നാലും അതവിടെ കിടക്കുന്നുണ്ട്, പൂർത്തിയാക്കണം. അല്ലാമ ഇക്ബാലാണ് അതിൻ്റെ മുഖ്യ വിഷയം. ഇക്ബാൽ മാനവ മഹത്വത്തിൻ്റെ കവിയായിരുന്നു. പക്ഷേ അതിനോട് ബന്ധപ്പെട്ട ഒരാളെ ഒരു താരതമ്യ പഠനത്തിന് വേണ്ടി തിരഞ്ഞപ്പോൾ എനിക്ക് വളരെ സ്നേഹത്തോടെ കണ്ടെത്താൻ സാധിച്ചത് ഇമ്മാനുവൽ കാന്റാണ്. കാന്റ് മനുഷ്യ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു. എക്കാലത്തുമുള്ള ഏറ്റവും പ്രസക്തമായ ആദർശം മനുഷ്യൻ്റെ മഹിമയാണ്. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയ വിശ്വാസങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ, മനുഷ്യൻ്റെ മഹിമ. എല്ലാ പുരോഗതി നേടി എന്ന് പറയുമ്പോഴും നിരന്തരം ഇന്നും വെല്ലുവിളിക്കപ്പെടുന്നത് മനുഷ്യൻ്റെ മഹത്വമാണ്. കോവിലൻ മനുഷ്യ മഹത്വത്തിൻ്റെ അന്വേഷകനായിരുന്നു. മനുഷ്യ മഹത്വത്തിൻ്റെ എഴുത്തുകാരൻ മാത്രമല്ല, മനുഷ്യ മഹത്വത്തെ ആഘോഷിച്ചു എന്ന് ഞാൻ പറയണില്ല. കോവിലിന് എഴുത്ത് ആഘോഷമായിരുന്നില്ല, കോവിലിന് എഴുത്ത് വേദനയായിരുന്നു. അതുകൊണ്ട് ആഘോഷിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ പറയേണ്ടത് മനുഷ്യ മഹത്വത്തിൻ്റെ ആഘോഷമാണ് അദ്ദേഹത്തിൻ്റെ രചനയിലുടനീളം നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ ആഘോഷമില്ല അദ്ദേഹത്തിന്, ജീവിതത്തിൽ തന്നെ ആഘോഷമില്ല. വേദനിക്കുന്ന ഒരു എഴുത്തുകാരന് ഒന്നിനെയും ആഘോഷത്തോടെ കാണാൻ സാധിക്കില്ല. ഇവിടെ ശ്രീ ഗോപികൃഷ്ണൻ വേദത്തെക്കുറിച്ച് പറയുകയായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് ഭരണഘടന വേദമായി തീരുന്നത് എന്നിവിടെ പറയുക. വേദം എന്നാൽ അറിവാണ്. അതിനോട് ബന്ധപ്പെട്ടൊരു വാക്കാണ് സംവേദനം എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സംവേദനം എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ ഒരുപോലെ എന്ന് തോന്നുന്ന മറ്റൊരു വാക്കുണ്ട്, വേദന എന്ന് പറയുന്നൊരു വാക്ക്. വേദം, സംവേദനം, വേദന. വേദന കൂടാതെ ലോകത്തൊരു സംവേദനവും സുസാധ്യമായി തീരുന്നില്ല. വേദനിച്ചുകൊണ്ട് മാത്രമേ സംവേദനമുള്ളൂ. അറിവ് വേദനയാണ്. അറിവ് പകർന്നു കൊടുക്കുന്നതും വേദനാജനകമായ അനുഭവമാണ്. അറിവ് ഉൾക്കൊള്ളുന്നതും വേദനയാണ്. കോവിലിനെ സംബന്ധിച്ച് ഇതൊക്കെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ്. കോവിലിനെ സംബന്ധിച്ച് അല്പം പോലും അതിശയോക്തി ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ അറിഞ്ഞതിൻ്റെ ഒരംശമെങ്കിലും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ അല്പം മാത്രം ചിരിക്കുകയും ധാരാളമായിട്ട് കരയുകയും ചെയ്യുമായിരുന്നുവെന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു തിരുവചനമുണ്ട്. അറിവ് എങ്ങനെയാണ് വേദനിപ്പിക്കുന്നത്? അറിവ് അട്ടഹാസമാകാൻ പാടില്ല, ആകുകയില്ല. അറിവ് ആത്മവിസ്മൃതിയിലേക്കും കൊണ്ടുപോകുന്നില്ല. അറിവ് ഉത്സവമല്ല, അറിവ് നൊമ്പരമാണ്. ആ നൊമ്പരം
ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും അനുഭവിച്ച ഒരു എഴുത്തുകാരന് അത് പകർത്തി വെക്കുക മാത്രമാണ് കോവിലൻ ചെയ്തത്. മനുഷ്യൻ്റെ മൗലിക പ്രേരണ വിശപ്പാകുന്നു. എൻ്റെ കാതിൽ ഇന്നും അങ്ങനെ, ഞാൻ എത്ര പ്രസംഗം കേട്ടിരിക്കണം, ഒരുപാട് കേട്ടിട്ടുണ്ടാവും ചെറുപ്പം മുതൽ. കോവിലിൻ്റെ ആ പ്രസംഗം 1981 ഞാൻ ചെയർമാനായ കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ കോവിലിനെ രാത്രി അരണ്ട വെളിച്ചത്തിൽ അദ്ദേഹം ഇരിക്കുന്ന ഗുരുവായൂരിലെ ചൂണ്ടലിൽ ബസ്സിറങ്ങി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് എൻ്റെ കോളേജ് യൂണിയൻ, ഞങ്ങളുടെ കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോവിലൻ ചെയ്ത പ്രസംഗമാണ് മനുഷ്യൻ്റെ മൗലിക പ്രേരണ വിശപ്പാകുന്നു. പ്രേരണ, മൗലികമായ പ്രശ്നം വിശപ്പാന്നല്ല പറഞ്ഞത്, പ്രേരണ എന്ന വാക്കാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ആ ഒറ്റ വാക്ക് മനുഷ്യദർശനത്തിൻ്റെ 1000 ഖജനാവുകൾ തുറക്കുന്ന താക്കോലായി. അങ്ങനെ എത്രയെത്ര വാക്കുകൾ കോവിലിൻ്റെ, എത്രയെത്ര പ്രസ്താവനകൾ, എത്രയെത്ര തത്വങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കും. പക്ഷേ അതിൻ്റെ ഒന്നും യാതൊരു പരിവേഷവുമില്ലാതെ നടന്നു നീങ്ങിയ എഴുത്തുകാരനായിരുന്നു കോവിലൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മലയാള സാഹിത്യത്തിലെ യോഗിവര്യനായിരുന്നു അദ്ദേഹം. യോഗിയായവനെ കവിയാകാൻ യോഗ്യതയുള്ളൂ എന്നാണ് പ്രമാണത്തിൽ പറഞ്ഞതെങ്കിൽ യോഗിയാകാനുള്ള എല്ലാ യോഗ്യതയുമുള്ള എഴുത്തുകാരനായിരുന്നു കോവിലൻ. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം. അത് ജീവിതത്തിൻ്റെ ശൈലിയും മാതൃകയും എഴുത്തിലൂടെ വരച്ചു വെച്ച മാതൃകാ ലോകവും തമ്മിൽ കോവിലൻ്റെ കാര്യത്തിൽ അന്തരമുണ്ടായിരുന്നില്ല എന്നതാണ്. അത് വലിയ വെല്ലുവിളിയാണ്, എഴുത്തുകാരൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അകൽച്ച, എഴുത്തും എഴുത്തുകാരനും തമ്മിലുള്ള അകൽച്ച ലോകത്തെന്നുള്ള പ്രശ്നമാണ്. സാമുവൽ ജോൺസന്റെ ദ ഇന്റലക്ച്വൽസ് എന്ന പുസ്തകം നമ്മൾ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. എല്ലാവരും എഴുത്തിനെയും എഴുത്തുകാരെയും അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. ലോകപ്രശസ്തരായ എഴുത്തുകാരുടെ ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളാണ് ലോകം മുഴുവൻ വായിക്കപ്പെട്ട, ഒരു കാലത്തേറെ ചർച്ച ചെയ്യപ്പെട്ട എം കൃഷ്ണൻ നായർ കലാകൗമുദിയിൽ 80കളിലോ 70കളിലോ ആയിരിക്കണം ആ പുസ്തകത്തെ പറ്റി ആദ്യമായിട്ട് മലയാളികളോട് പറയുന്നത്. ഞാൻ ആർത്തിയോടെ ആ പുസ്തകം വായിച്ചതും ഇന്നും ചിലപ്പോൾ എൻ്റെ ലൈബ്രറിയിൽ ഞാൻ ആവർത്തിച്ച് വായിക്കുന്ന ഒരു പുസ്തകമാണ്. ഏകദേശം ഇത്ര കട്ടിയുള്ള. എങ്ങനെയാണ് എഴുത്തും എഴുത്തുകാരനും തമ്മിലുള്ള അകൽച്ച വിശ്വസാഹിത്യത്തിലെ വലിയ എഴുത്തുകാരെ അവരുടെ ജീവിതത്തിൻ്റെ അധപ്പതനമാക്കി തീർത്തത് എന്ന് ജോൺസൺ വസ്തുനിഷ്ഠമായി വരച്ചു കാട്ടുന്നു. എഴുത്തൊരു ഭാഗത്ത് കിടക്കും, എഴുത്തുകാരൻ വേറെ. എഴുത്തിൽ വലിയ ആദർശം വർത്താനം പറയും, എഴുത്തുകാരൻ്റെ ജീവിതത്തിൽ അതിനെ തൊട്ട് തീണ്ടിയിട്ട് പോലും ഉണ്ടാവുകയില്ല. വലിയ മനുഷ്യത്വത്തെക്കുറിച്ച് എഴുതും, മനുഷ്യനെ കാണുമ്പോൾ അവനെ വളരെ നിന്ദിച്ച് പെരുമാറുകയും ചെയ്യും. എഴുത്തിൽ മുഴുവൻ മനുഷ്യത്വം, ജീവിതത്തിൽ മുഴുവനും മനുഷ്യനിന്ദ. വലിയ വലിയ ആളുകളെയാണ് ജോൺസൺ വിചാരണ ചെയ്യുന്നത്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. വിശ്വസാഹിത്യത്തിലെ, പാശ്ചാത്യ സാഹിത്യത്തിലെ പ്രമുഖന്മാരെയാണ്. അതിലൊരാളെ കുറിച്ച് ജോൺസൺ പറയുന്നുണ്ട്, അദ്ദേഹത്തെ ആളുകൾ പ്രസംഗിക്കാൻ ക്ഷണിച്ചാൽ സ്വീകരിക്കാൻ നിൽക്കുന്ന സംഘാടകർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി കാറിൻ്റെ ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് ബഹുമാനത്തോടെ ചൊല്ലുമ്പോൾ അവരെ അപമാനിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം കാറിൻ്റെ മറ്റേ ഡോറിലൂടെ പുറത്തിറങ്ങുമായിരുന്നു. ജസ്റ്റ് ടു ഇൻസൾട്ട് ദം. തന്നെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന, തന്നെ കേൾക്കാൻ കാത്തിരിക്കുന്ന, അതിനുവേണ്ടി യോഗം സംഘടിപ്പിച്ച ഒരു വലിയ വിശ്വസാഹിത്യകാരൻ്റെ. അതുപോലെ ചിലരൊക്കെ വീട്ടിൽ ഭാര്യയുടെ മുമ്പിൽ വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നവരെ കുറിച്ച്, സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ദീർഘമായിട്ട് എഴുതിയിട്ടുള്ളവർ. ഇത് ജോൺസന്റെ പുസ്തകത്തിന്റെ പ്രമേയം മാത്രമല്ല, എന്നും സാഹിത്യത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള, സാഹിത്യത്തിൽ മാത്രമല്ല, ഇതിപ്പോൾ സാഹിത്യത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ട് കാണണ്ട, രാഷ്ട്രീയത്തിലായാലും സാഹിത്യത്തിലായാലും
എല്ലായിടത്തും കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. പക്ഷെ കോവിലൻ എഴുതിയതെന്തോ അതനുസരിച്ച് ജീവിച്ചു. ആദർശമായി തിരഞ്ഞെടുത്തതെന്തോ ആ ആദർശത്തിൻ്റെ പ്രതിരൂപമായിരിക്കാൻ സ്വയം പ്രവർത്തിച്ചു. ഏത് ആദർശത്തെ എഴുത്തിൽ കൊണ്ടാടിയോ ആ ആദർശത്തിൻ്റെ പ്രയോഗവൽക്കരണമായി, അതിൻ്റെ തിയറി പുസ്തകത്തിലുണ്ടെങ്കിൽ അതിൻ്റെ പ്രാക്ടീസ് കോവിലൻ്റെ ജീവിതമായി എന്ന് നമുക്ക് തീർത്ത് പറയാവുന്ന വളരെ ലളിതമായ ജീവിതം, സാധാരണക്കാരുമായിട്ടുള്ള സമ്പർക്കം, മനുഷ്യത്വത്തിനു വേണ്ടിയുള്ള സ്പന്ദം തൻ്റെ ജീവിതത്തിലുടനീളം, തൻ്റെ ഗ്രാമീണർക്കിടയിൽ വെറും നാട്ടിൻ പുറത്തുകാരൻ അവരുമായിട്ട് ഇടപഴകിയ ജീവിതം, വളരെ അടുത്ത് ഇടപഴകിയ ജീവിതം. വിശപ്പാണ് ഏറ്റവും വലിയ പ്രേരണ എന്ന് പറയുമ്പോൾ ആ വിശപ്പ് കണ്ടറിയാനുള്ള മനസ്സ്, ആ വിശക്കുന്നവരെ സഹായിക്കാനുള്ള മനുഷ്യത്വം, അതൊക്കെ കോവിലനുണ്ടായിരുന്നു. കോവിലൻ്റെ ജീവിതം അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു. കോവിലൻ്റെ ആദർശം അങ്ങനെയുള്ള ആദർശമായിരുന്നു. കോവിലൻ്റെ രാഷ്ട്രീയം അങ്ങനെയുള്ള രാഷ്ട്രീയമായിരുന്നു. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കക്ഷിത്വത്തിൻ്റെ രാഷ്ട്രീയമല്ല, കക്ഷിത്വങ്ങൾക്കപ്പുറത്തുള്ള മനുഷ്യപക്ഷം, മനുഷ്യത്വത്തിൻ്റെ പക്ഷം. അതിൻ്റെ രാഷ്ട്രീയത്തെ സൂക്ഷ്മമായിട്ട് കോവിലൻ പിൻപറ്റിയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ എഴുത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ആ ഒരു അവസ്ഥാവിശേഷം, അതാണ് ഒരു യോഗിയെ പോലെ എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴും അദ്ദേഹത്തോട് നമ്മൾ സഹവസിക്കുമ്പോഴും ശരിയായ മനുഷ്യൻ, വളച്ചുകെട്ടില്ലാത്ത മനുഷ്യൻ, വക്രതയില്ലാത്ത മനുഷ്യൻ. ഇന്ന് ഞാനിങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏകമകൻ അജയനോട് ഞാൻ വെറുതെ ചോദിക്കായിരുന്നു അച്ഛനെ കുറിച്ചുള്ള അനുഭവം. ഈ അച്ഛനെ കുറിച്ചുള്ള അനുഭവം മകനോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഏതൊരു അച്ഛനെ കുറിച്ചും മക്കൾ നല്ലതല്ലേ പറയൂ എന്ന ധാരണ ശരിയല്ല. പല എഴുത്തുകാരുടെയും പല വലിയ മഹാന്മാരായിട്ടുള്ള നേതാക്കളെ കുറിച്ചും ലോകത്തിനുള്ള ധാരണയല്ല അവരുടെ മക്കൾക്കുണ്ടാവുക. ഗാന്ധിജി പോലും അതിൽ നിന്ന് മുക്തനായില്ല. മഹാത്മാവ് പോലും മുക്തനായില്ല. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും ചൂടോടെ വായിക്കപ്പെട്ട ഒരു പുസ്തകം ഗാന്ധിജിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. വിമർശനമാണെന്ന് പറഞ്ഞുകൂടാ, എന്ന് വെച്ച് പ്രശംസ ഒട്ടുമല്ല. മക്കൾ അനുഭവിച്ച വിഷമങ്ങളാണ്. അതിന് ഗാന്ധിജിയുടെ ന്യായമുണ്ട്. ഗാന്ധിജിയുടെ ആദർശപരമായിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഉയർച്ചയ്ക്ക് മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ അപ്രസക്തമാണ് എന്നാണ് എൻ്റെയും വിശ്വാസം. പക്ഷേ മക്കൾ വിലയിരുത്തുന്ന ഒരു വീക്ഷണകോൺ, അവിടെയും ഏറ്റവും അടുത്തിടപഴകുന്നവരാണ് കുടുംബാംഗങ്ങൾ. അതുകൊണ്ട് അവരുടെ വീക്ഷണവും അഭിപ്രായ പ്രകടനവും വളരെ വലുതാണ്, വളരെ പ്രധാനമാണ്. അത് വസ്തുനിഷ്ഠമാണ്, അത് സൂക്ഷ്മമായിരിക്കും. പക്ഷേ അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ 100 നാവോടെ മകൻ പറയുന്നത് അച്ഛൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചാണ്. അച്ഛൻ പാവങ്ങളെ സഹായിച്ചിരുന്നതിനെ കുറിച്ചാണ്. അച്ഛൻ നാട്ടിലെ സാധാരണക്കാരുമായി ഇടപഴകിയിരുന്നതിനെ കുറിച്ചാണ്. അച്ഛൻ വീടില്ലാത്തവർക്ക് വീടും ആലംബമില്ലാത്തവർക്ക് ആലംബവും ഉണ്ടാക്കി കൊടുക്കാൻ പ്രയത്നിച്ച കാര്യങ്ങളെക്കുറിച്ചാണ്. അതായിരുന്നു കോവിലൻ. അങ്ങനെയുള്ള എഴുത്തുകാർ റേറസ്റ്റ് അമംഗ് ദി റേർ, അപൂർവരിൽ അപൂർവം എന്ന് പറയാൻ നമുക്ക് ശങ്കിക്കേണ്ടതില്ല. ഇതൊക്കെയാണ് കോവിലനെ മഹത്വപ്പെടുത്തുന്നത്, കോവിലൻ്റെ ജീവിതത്തെ മഹത്വപ്പെടുത്തുന്നത്. കോവിലൻ്റെ ആ ഒരു കാഴ്ചപ്പാട് സാർവലൗകികമായ കാഴ്ചപ്പാടായിരുന്നു. കോവിലന് അതിർത്തികൾ അറിഞ്ഞുകൂടായിരുന്നു. കോവിലന് വിഭജനങ്ങളും വിഘടനങ്ങളും അറിഞ്ഞുകൂടായിരുന്നു. അതിനൊക്കെ അതീതമായിട്ട് ആകാശത്തിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഹരിച്ചു. മണ്ണിൽ പാദമൂന്നി നിൽക്കുകയും ചെയ്തു. എപ്പോഴും മണ്ണിൽ പാദമൂന്നി. മണ്ണിൽ പാദമൂന്നുമ്പോഴും ആകാശത്തിൻ്റെ വിശാലതയെ പ്രാപിച്ചു. അത് തന്നെയാണ് എഴുത്ത്. അതാണ് എഴുത്ത്. അതാണ് എഴുത്തിൻ്റെ എക്കാലത്തേക്കുമുള്ള മാതൃക. എഴുത്തുകാരൻ്റെ മനസ്സ്
പ്രവിശാലമായിരിക്കണം ആകാശം പോലെ. അതിർത്തികൾ അറിഞ്ഞുകൂടാത്ത, അതിർത്തികൾ അറിയാത്ത പക്ഷിയായിരിക്കണം ഒരു എഴുത്തുകാരൻ. എഴുത്തുകാരൻ്റെ ഭാവന അനന്തമാണ്. ഇഖ്ബാലൊക്കെ പറയുന്നില്ലേ, തെരേ സാമനെ ആസ്മാ ഔർ ബി ഹേ, നീ ഒരു രാജാളി പക്ഷി, നിന്റെ മുമ്പിൽ പറന്നു വരാൻ ഇനിയും എത്ര ആകാശങ്ങൾ. ഘർ ന മെരാ ബുഖാര ന ദില്ലി ന സമർഖന്ദ്, എൻ്റെ വീട് ബുഖാറയിലുമല്ല, സമർഖന്ദിലുമല്ല, ഡൽഹിയിലുമല്ല, എൻ്റെ വീട് ലോകമാണ് എന്ന് പറയാൻ കഴിയാത്തവന് എഴുത്തുകാരനാകാൻ സാധിക്കില്ല. പക്ഷേ കാല് മണ്ണിൽ ഊന്നി നിൽക്കണം. തൻ്റെ രാജ്യം, തൻ്റെ ഗ്രാമം, തൻ്റെ പ്രദേശം, തൻ്റെ മണ്ണ്, തൻ്റെ ഭാഷ, മാതൃഭാഷ ഊന്നി നിൽക്കണം. ആഗോളവൽക്കരണത്തിൻ്റെ ഈ കാലത്ത് അങ്ങനെയും നമുക്ക് കോവിലൻ പ്രസക്തനായിത്തീരുന്നു. ആകാശത്തോളം വലിയ മനസ്സ്. മലയാളത്തിൽ ഒരു കാലത്തൊക്കെ നോവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം കിടന്ന് കറങ്ങുകയില്ല. അതൊരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഗ്രാമങ്ങളെ സൂക്ഷ്മമായിട്ട് അറിയാൻ നമ്മെ സഹായിച്ച നമ്മുടെ എഴുത്തുകാർ അവർ വലിയ കർത്തവ്യമാണ് നിർവഹിച്ചത്. അവർ നമ്മുടെ ഭാഷയെ, നമ്മുടെ പ്രദേശങ്ങളെ, നമ്മുടെ വേലിപ്പടർപ്പുകളെ, ആ വേലിപ്പടർപ്പുകളിൽ വിരിയുന്ന പൂക്കളെ, അതിൻ്റെ ചാരുതയെ നേരിട്ട് മനസ്സിലാക്കാൻ നമ്മെ സജ്ജരാക്കി നമ്മുടെ എഴുത്തുകാർ. പക്ഷേ അധികമൊന്നും അത് പുറത്തേക്ക് പോയില്ല. വളരെ കുറച്ച്, MTയുടെ മഞ്ഞ് പോലെ. ചിലപ്പോഴൊക്കെ അത് കേരളത്തിൻ്റെ അതിർത്തി കടന്ന് സഞ്ചരിച്ചു. പക്ഷെ കോവിലനാണ് ഒരു പക്ഷേ ആദ്യത്തെ എഴുത്തുകാരൻ. മലയാളിയുടെ ഭാവനാ ചക്രവാളത്തെ ദേശീയ ആകാശത്തേക്ക് ഉയർത്തിയ മലയാളത്തിൻ്റെ ആദ്യത്തെ എഴുത്തുകാരൻ. ഗ്രാമത്തിൻ്റെ വിശുദ്ധിയുണ്ട്, പക്ഷേ അതിൻ്റെ പരിമിതികളില്ല. ഗ്രാമത്തിൻ്റെ തന്മയത്വമുണ്ട്, തനിമയുണ്ട്, പക്ഷേ അവിടുത്തെ സങ്കുചിതത്വങ്ങളില്ല. വിശാലമായിട്ടുള്ള ആകാശത്തൂടെ അദ്ദേഹം സഞ്ചരിക്കാൻ നമ്മെ സജ്ജരാക്കി. പട്ടാളക്കഥ എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു സുഖമില്ലാത്ത വിഭജനമാണ്. എങ്ങനെയാണ് അങ്ങനൊക്കെ ഒരു പ്രയോഗം ഉണ്ടായി വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പട്ടാളക്കഥ, പട്ടാള എഴുത്ത്, അങ്ങനെ എന്തൊരു സംഗതി ഇല്ല. അതിപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ഒരു എഴുത്തുകാരൻ നമുക്കറിയാം, ഒരാൾ എഴുതുകയാണെങ്കിൽ ആശാരിയാണ് നോവലിലെ പ്രധാന കഥാപാത്രമെങ്കിൽ ആശാരിപ്പണി തന്നെയാണ് എഴുതുക. അവിടെ പോയി പാർത്ത് അവർക്കിടയിൽ രാവും പകലും ചെലവഴിച്ച് അവരുടെ കൂടെ ഭക്ഷണം എഴുതാനങ്ങ് പോവാണ്. അനുഭവമാണ്. അല്ലാതെ എവിടെ കേട്ടിരുന്നിട്ട് ആശാരിയെ ഒരു കഥാപാത്രമാക്കല്ല. ആശാരിമാർക്കിടയിൽ പോയി പാർത്ത് രാവും പകലും മാസങ്ങൾ ജീവിച്ച് അവരോടൊപ്പം ഇടപഴകി അവർ തട്ടുകയും മേടുകയും ഒക്കെ ചെയ്യുന്ന ആ ദൈനംദിന വ്യവഹാരങ്ങളിലൂടെ സഞ്ചരിച്ചാണ്. എന്ന് വെച്ച് ഇന്ത്യക്ക് പുറത്ത് അവരാരെങ്കിലും ആശാരി എഴുത്തുകാരനെ വിളിക്കുമോ? ഒരങ്ങനെ എഴുതിപ്പോയി എന്ന് വെച്ച് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ നാട്ടിലുള്ള ചില കൃത്രിമമായിട്ടുള്ള വിഭജനങ്ങളാണ്. ഒരു കാലത്ത് പട്ടാള ഇതിവൃത്തങ്ങൾ കോവിലിൽ മാത്രമല്ല, പാറപ്പുറത്തും എഴുതിയിട്ടുണ്ട്, നന്ദനാർ എഴുതിയിട്ടുണ്ട്. ഇവരൊക്കെ കോവിലിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കോവിലിന് ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നില്ല, പക്ഷെ കോവിലിന് ചില സുഹൃൽ വലയങ്ങൾ ഉണ്ടായിരുന്നു. ബഷീർ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു സുഹൃൽ വലയം നമ്മൾ കാണുന്നത് ഈ രണ്ടുപേരാണ്, പാറപ്പുറത്തും നന്ദനാരും. രണ്ടുപേരും പട്ടാള കഥകൾ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ച് ജീവിതത്തെ ഒരു പ്രത്യേക ഇതിവൃത്തത്തിൽ തളച്ചിടാൻ ഒരു എഴുത്തുകാരന് സാധിക്കില്ല. കുറച്ചു കാലം പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ സ്വാഭാവികമായി അവിടുത്തെ ജീവിതം ആവിഷ്കരിച്ചു. പക്ഷെ കോവിലിനെ അങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചവർക്ക് വളരെ പൊടുന്നനെ കോവിലിനെ തിരിച്ചറിയേണ്ടി വന്നു. അല്ല, ഇദ്ദേഹത്തിൻ്റെ ഇതിവൃത്തം പട്ടാളമല്ല, പോലീസല്ല, സൈനിക ബാരക്കുകളല്ല, അതിർത്തി പ്രദേശങ്ങളുടെ സംഭവങ്ങൾ മാത്രമല്ല, മനുഷ്യനാണ്, മനുഷ്യത്വമാണ്, ജീവിതമാണ് എന്ന് തിരിച്ചറിയുന്ന രീതിയിലുള്ള എഴുത്താണ്. ഹിമാലയം വായിക്കുക, താഴ്വരകളും വായിക്കുക. ഒന്ന് ഹിമാലയം, മറ്റൊന്ന് താഴ്വര. അത് തന്നെയായിരുന്നു കോവിലിൻ്റെ എഴുത്ത്. സമതലങ്ങളിൽ നിന്ന് ഉയർച്ചകളിലേക്ക്, ജീവിതത്തിൻ്റെ നിമ്നോന്നതങ്ങളിലൂടെ
മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നിമ്നോന്നതങ്ങളിലൂടെ ഒരു മുസാഫിറിനെ പോലെ അദ്ദേഹം സഞ്ചരിച്ചു. മുസാഫിർ നിത്യചൈതന്യതി. ഞാൻ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചിരുന്നൊരു സമയത്ത് ഒരു ദിവസം ഞങ്ങൾ കുന്നിൽ നിന്നിട്ട് സന്ധ്യ കാണുമ്പോൾ ഗുരു പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കും, ഞാനൊരു മുസാഫിറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മുസാഫിർ എന്നുള്ളത് ഒരു അറബി വാക്കാണ്, യാത്രക്കാരൻ എന്നുള്ളതിന്. ഉറുദുവിൽ ഹിന്ദിയിലൊക്കെ അങ്ങനെ തന്നെ പറയാം. പക്ഷെ അത് ഒരു മൗലികമായ ഒരു അറബി പദമാണ്. ഒരു മലയാളി ഞാൻ മുസാഫിറാണ് എന്നൊക്കെ പറയുമ്പോൾ വെറും യാത്രക്കാരൻ എന്ന അർത്ഥത്തിലല്ല. മുസാഫിറായിരുന്നു കോവിലൻ. മനുഷ്യത്വത്തിൻ്റെ സഞ്ചാരി, ജീവിതത്തിൻ്റെ സഞ്ചാരി. സഞ്ചരിച്ചിടത്ത് മുഴുവനുള്ള ജീവിതത്തെ സൂക്ഷ്മമായിട്ട് അദ്ദേഹം നോക്കിക്കണ്ടു. അതിന് അദ്ദേഹം നമുക്കായിട്ട് അവതരിപ്പിച്ച് തരികയും ചെയ്തു. അങ്ങനെ അവതരിപ്പിക്കുമ്പോഴൊക്കെ ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും സാഹിത്യ സിദ്ധാന്തത്തിൻ്റെയോ കള്ളറക്കൂട്ടിൽ അദ്ദേഹം ഒതുങ്ങി നിന്നില്ല. രാഷ്ട്രീയമായാലും എഴുത്തുകാരുടെ കൂട്ടായ്മയായാലും ഒരു പ്രത്യേക കല്ലറയിൽ ഒതുക്കാൻ സാധിക്കുന്ന കമ്പാർട്ട്മെന്റലിസത്തിന്റെ വക്താവായിരുന്നില്ല അദ്ദേഹം. അദ്ദേഹം ജീവിതത്തെ ഒന്നായിട്ട് കണ്ടു. ജീവിതത്തെ ആ രീതിയിൽ അതിൻ്റെ സമഗ്രതയോടെ അദ്ദേഹം സമീപിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. കോവിലൻ്റെ എഴുത്ത് നമുക്കായിട്ട് വിട്ടേച്ചു പോയ പാരമ്പര്യങ്ങളെ കൂടുതൽ നെഞ്ചിലേറ്റാൻ നമുക്ക് സാധിക്കട്ടെ. മനുഷ്യത്വത്തെ ഒന്നുകൂടി തിരിച്ചറിയാൻ. ഇവിടെ ഭരതനെ കുറിച്ച് ഗോപികൃഷ്ണന്റെ വളരെ ആഴത്തിലുള്ള വിശകലനം നമ്മൾ കേട്ടു. ഭരതൻ എന്നൊരൊറ്റ നോവൽ, ഒരുപക്ഷെ ഇന്നത്തെ അധികാരം ഒരു എഴുത്തുകാരന് തൻ്റെ കാലഘട്ടത്തെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. വരാൻ പോകുന്ന കാലത്തേക്ക് ഒരു ജാലകം തുറന്ന് നോക്കാനും സാധിക്കണം. നമുക്കായിട്ട് ആ കാലഘട്ടത്തെ പരിചയപ്പെടുത്താനും സാധിക്കണം. ക്രാന്തദർശിത്വം വേണം, ദീർഘദർശിത്വവും വേണം. അതൊക്കെയാണ് എഴുത്തുകാരൻ്റെ കണ്ണ്. എഴുത്തുകാരൻ്റെ കണ്ണ് മൂർച്ചയുള്ള കണ്ണാണ്. മറ്റാരും കാണാത്ത രീതിയിൽ കാണണം. സൂര്യൻ ഉദിച്ചു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതൊരു കവി നാളെ പ്രത്യേകമായ രീതിയിൽ ഇനിയും പറയുമ്പോൾ നമ്മളത് ആകർഷിക്കും. എത്ര സൂര്യോദയം നമ്മൾ കണ്ടിരിക്കുന്നു, എത്ര ഉദയത്തെക്കുറിച്ചുള്ള കവിതകൾ നമ്മൾ ആസ്വദിച്ചിരിക്കുന്നു. പക്ഷേ നാളെ ഒരാൾ മലയാളത്തിൽ സൂര്യോദയത്തെക്കുറിച്ച് പുതിയൊരു കവിത എഴുതട്ടെ, അതും ആസ്വദിക്കപ്പെടും. ആ വീക്ഷണം, ആ പരിപ്രേക്ഷ്യം കാണാത്ത രീതിയിൽ കാണണം. അസാധാരണത്വത്തോടെ സമീപിക്കണം. ജാപ്പാനിലെ ഹൈക്കു കവിതകളെ കുറിച്ച് പറയാറുണ്ട്. അവർ പറയാറുണ്ട്, അത്ഭുതപ്പെടുത്തുന്നതാവണം കവിത എന്ന്. അത്ഭുതപ്പെടുത്തുന്നതാവണം. യാഥാർത്ഥ്യത്തോടെ ആവിഷ്കരിച്ചാൽ മാത്രം പോരാ, വണ്ടർ സ്റ്റക്ക് എന്ന പോലെ സ്തംഭിക്കണം. അത്ഭുതത്തോടെ സ്തംഭിക്കണം. എന്തോ ഒരു വിസ്മയം ഉണ്ടാകണം. അവിടുത്തെ ഒരു കവിതാ സമാഹാരത്തിന് നൽകപ്പെട്ടിട്ടുള്ള പേര് ദ സോങ് ഓഫ് ദി ഫയർഫ്ലൈസ് എന്നാണ്. മിന്നാമിനുങ്ങുകളുടെ ഗാനം എന്ന്. മിന്നാമിനുങ്ങ് പാട്ട് പാടുന്നില്ല, അവിടെ തന്നെ നമുക്ക് അത്ഭുതം ഉണ്ടായിത്തീരുന്നു. മിന്നാമിനുങ്ങുകളുടെ ഗാനം അത് അത്ഭുതമുണ്ടാക്കി തീർക്കുന്നു. പിന്നെയും മിന്നാമിനുങ്ങ് അത്ഭുതപ്പെടുത്തുന്നു. മിന്നാമിനുങ്ങിന്റെ വെട്ടം നുറുങ്ങുവെട്ടമാണ്. ഒരു നിമിഷത്തേക്ക് പ്രകാശത്തിന്റെ ഒരു തുള്ളി, പിന്നെ മറയുന്നു, പിന്നെ വീണ്ടും, പിന്നെ വീണ്ടും, പിന്നെ ശൂന്യതയിൽ, പിന്നെ അന്ധകാരത്തിൽ പോയി ലയിക്കുന്നു. കാണുമ്പോൾ നാം അത്ഭുതത്തോടെ മിന്നാമിനിങ്ങനെ കാണാൻ തന്നെ അത്ഭുതമാണ്. വളരെ അപൂർവമായിട്ടേ നമ്മുടെ രാത്രിയിൽ ഒരു മിന്നാമിനുങ്ങ് വരുന്നുള്ളൂ. ഒരു ഉറുദു കവി പറയുന്നുണ്ട് തൻ്റെ കാമിനിയെക്കുറിച്ച്, മെരി താരീഖ് രാത്തോം കാ ജുഗ്നു ഹെ തൂ എന്ന്. എൻ്റെ ഇരുണ്ട രാത്രിയിലെ മിന്നാമിനുങ്ങാണ് നീ എന്ന്. അത്ഭുതമാണ്. ഈ അത്ഭുതം തന്നെയാണ് ഏത് സാഹിത്യരചനയുടെയും ആകത്തുക എന്ന് പറയുന്നത്. കോവിലൻ്റെ പുസ്തകം വായിച്ച് പൂട്ടിവെച്ചാലും അത്ഭുതം അവസാനിക്കുന്നില്ല. തോറ്റമ്പാട്ട് പിന്നെയും മനസ്സിൻ്റെ വേദികളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ പ്രതിധ്വനി പിന്നെയും മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവസാനിക്കാത്ത എരമ്പം അത് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ അത്ഭുതകരമായ എരമ്പം പാട്ടുപാടുന്നവർ ഒന്നിച്ച് സംഘമായിട്ട് പാടുമ്പോൾ ആ സംഘഗാനത്തിൻ്റെ എരമ്പം
അത് തൻ്റെ അനുവാചകരിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് കോവിലൻ തൻ്റെ നിര്യാണം കഴിഞ്ഞ് ഈ വർഷങ്ങളിലൂടെ വീണ്ടും ജീവിക്കുന്നത്. അങ്ങനെയുള്ള സാഹിത്യകാരന്മാർ യശസ്സിൽ ജീവിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരവരുടെ ആദർശത്തിൽ ജീവിക്കുന്നു. അപ്പോൾ ഭരതൻ എന്ന നോവലാകട്ടെ അധികാരം എങ്ങനെ, കോർപ്പറേറ്റ് ഘടനാവിശേഷങ്ങൾ എങ്ങനെ, യാന്ത്രികത എങ്ങനെ നമ്മെ പരിക്കേൽപ്പിക്കുന്നു, നമ്മുടെ ജീവിതത്തെ പരിക്കേൽപ്പിക്കുന്നു. ഇവിടെ ശരീരത്തെക്കുറിച്ച്, ശാരീരിക വ്യവഹാരങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടില്ലെങ്കിലും അഭിവന്ദനായ പ്രൊഫസർ തോമസ് കുട്ടി സംസാരിച്ചു കഴിഞ്ഞു. ആ ശരീരത്തിലൂടെ വരുന്ന, ശരീരത്തിനെതിരെയും വരുന്ന അധികാര പ്രയോഗങ്ങൾ, അതിനകത്ത് പെടയുന്ന ആത്മാവ്, ആ ആത്മാവിൻ്റെ അലച്ചിലുകൾ, ഇതൊക്കെ കോവിലൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ബർട്രൻഡ് റസ്സലിൻ്റെ വാക്കുകൾ, അദ്ദേഹം ഒരു ലേഖനത്തിൽ, ആത്മകഥാപ്രധാനം എന്ന് പറയാവുന്ന ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. വായിക്കുമ്പോൾ അങ്ങനെ നെഞ്ചിൽ, എനിക്കെപ്പോഴും അത് വായിക്കുമ്പോൾ അത് ഓർക്കുമ്പോൾ തന്നെ ഒരു കോരിത്തരിപ്പെന്നോ അനുഭൂതിയെന്നോ സങ്കടമെന്നോ എന്നൊക്കെ പറയാവുന്ന, ജീവിതത്തിൽ 3 കാര്യങ്ങളാണ് എന്നും എന്നെ പ്രചോദിപ്പിച്ചത്. റസ്സൽ പറയുന്നു, ഒന്ന് സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം. ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി ജീവിതം മുഴുവൻ നൽകാൻ ഞാൻ തയ്യാറായി. സ്നേഹത്തിന് വേണ്ടിയെല്ലാം അടിയറ വെക്കാൻ ഞാൻ തയ്യാറായി. 2, അറിവിനോടുള്ള ദാഹം. പ്രപഞ്ച സംവിധാനത്തിൻ്റെ പൊരുളായ പൈതഗോറിയൻ സിദ്ധാന്തങ്ങളെ പഠിക്കാൻ ഞാൻ കൊതിച്ചു. അതിൻ്റെ പൊരുളറിയാൻ ഞാൻ ദാഹിച്ചു. ഇന്നും എന്നെ അറിവിനോടുള്ള ദാഹം എന്നെ പ്രചോദിപ്പിക്കുന്നു. ഇതൊക്കെ കോവിലിനെ സംബന്ധിച്ച് വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. 3, സങ്കടപ്പെടുന്നവൻ്റെ സങ്കടങ്ങൾ എൻ്റെ ഉറക്കം കെടുത്തി. രാത്രി വഴിവക്കിൽ പുതച്ചുറങ്ങുന്ന പാവപ്പെട്ടവൻ്റെ രോദനം എൻ്റെ മനസ്സിൻ്റെ സ്വാസ്ഥ്യം കെടുത്തി. കൊല്ലപ്പെടാൻ പോകുന്ന മർദ്ദിതനെ കൊല്ലാൻ കൊലയാളി തോക്കിൻ്റെ കാഞ്ചി വലിക്കുമ്പോൾ, മരിക്കാൻ പോകുന്ന പാവം മനുഷ്യൻ പുറകോട്ട് വലിയുമ്പോൾ അവൻ്റെ ആ നിസ്സഹായത എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രേരണയായി. അത്രയും എഴുതിയിട്ട് റസ്സൽ അവസാനം കുറിച്ചു വെക്കുന്നു, അവസരം ലഭിക്കുമെങ്കിൽ ഞാൻ വീണ്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ഒരു ജീവിതത്തിന് അവസരമുണ്ടെങ്കിൽ അത് ലഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് റസ്സൽ. കോവിലിന് വളരെ ചേരുന്ന പ്രയോഗം. കോവിലിനും റസ്സലും ഒരേ ചിന്താസരണിയിലൂടെ സഞ്ചരിച്ചവരാകണമെന്നില്ല, പക്ഷേ കൂട്ടിമുട്ടുന്നുണ്ട്. എവിടെയൊക്കെയോ നേർരേഖകൾ സന്ധിക്കുന്നുണ്ട്, എവിടെയൊക്കെയോ സത്യത്തിൻ്റെ നുറുങ്ങുവെട്ടങ്ങൾ പരസ്പരം സംഗമിക്കുന്നുണ്ട്. ആ സംഗമസ്ഥാനങ്ങളെ ഇനിയും നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ കൂടുതൽ നവീകരിക്കാൻ, നമ്മുടെ ജീവിതത്തെ കൂടുതൽ തിരിച്ചറിയാൻ, നമ്മുടെ മനുഷ്യത്വത്തെ കൂടുതൽ മനസ്സിലാക്കാൻ, ആവിഷ്കരിക്കാൻ, പ്രചരിപ്പിക്കാൻ. ഇത്രയും പറയുമ്പോൾ ഞാൻ കോവിലൻ എന്ന് പറയുന്ന ഗുരുതുല്യൻ എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ 981 കേരളത്തിൽ ഏറ്റവും വലിയത് എന്ന് പറയാവുന്ന കോളേജുകളിൽപ്പെട്ട ഒരു കോളേജിൽ ചെയർമാനായപ്പോൾ, അന്ന് ഞങ്ങൾ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് വേണ്ടി, ഒരു പക്ഷേ എന്നെ ഇന്ന് ആൻഡോ ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ കോവിലൻ്റെ അനുസ്മരണ സമ്മേളനം, പല സാഹിത്യകാരന്മാരെ അനുസ്മരിക്കുന്ന വേദികളൊക്കെ പോകാൻ എനിക്കും എൻ്റെ ജീവിതത്തിൽ, എന്നെ പോലെ ചെറിയ ഒരാൾക്കും വലിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ ആളുകളോടൊപ്പം ജീവിക്കുക, വലിയ ആളുകളെ കാണുക, വലിയ ആളുകളെ ഓർക്കുന്ന വേദിയിൽ വരിക, ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്താ നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യം? അല്ലാമ ഇക്ബാലിൻ്റെ, ദാർശനിക മഹാകവി ഇക്ബാലിൻ്റെ ഒരു ഡയറി കുറിപ്പുണ്ട്. നോട്ട് പുസ്തകമാണ്, നോട്ട് ബുക്കാണ്. സ്ട്രേ റിഫ്ലക്ഷൻസ് എന്നാണ് ഇതിൻ്റെ പേര്. MTയുടെ ഒരവതാരികയോടുകൂടി ഞാനത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, വ്യാഖ്യാന സഹിതം. ഓരോ പേജിലും ഓരോ ദിവസം ഇക്ബാൽ എന്തെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചു. പരസ്പരം ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ. ഒരു ദിവസം ഷേക്സ്പിയറെ കുറിച്ച്, ഒരു ദിവസം മനുഷ്യൻ്റെ ലുബ്ധിനെ കുറിച്ച്, ഒരു ദിവസം ഹാലിയുടെ വാൽനക്ഷത്രത്തെക്കുറിച്ച്, ഒരു ദിവസം കാളിദാസനെ കുറിച്ച്. അങ്ങനെ അങ്ങനെ വളരെ
വിഭിന്നമായിട്ടുള്ള വിഷയം. ഒരു ദിവസം അദ്ദേഹം എഴുതി, എൻ്റെ ജീവിതത്തിലെ ദിവസങ്ങളെയും വർഷങ്ങളെയും ഞാൻ കണക്കാക്കുന്നത് ഞാൻ ആരെയൊക്കെ കണ്ടുമുട്ടുന്നു എന്ന് നോക്കിയിട്ടാണ്. ചില നിമിഷങ്ങളിൽ ഞാൻ വലിയ ആളുകളെ കണ്ടുമുട്ടുന്നു, ആ നിമിഷങ്ങൾ എനിക്ക് വർഷങ്ങളെക്കാൾ പ്രധാനമാണ് എന്ന് ഇക്ബാൽ രേഖപ്പെടുത്തി. ഇത്ര ശരിയാണ്. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതൽ ഓർക്കും, ആറമ്മനക്കലാത്ത് അരങ്ങൽ ശ്രീധരൻ, എസ് കെ പൊറ്റക്കാട് കറുത്ത ബാഗും പിടിച്ച് കോഴിക്കോട്ടെ മിഠായി തെരുവിലൂടെ നടക്കുമ്പോൾ ഞാനൊരു MA വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ പുറകെ പോയിരുന്നത്, നടന്നിരുന്നത്, തിക്കോടിയ മാഷ കൂടെ പ്രസംഗിക്കാൻ പോയിരുന്നത്, തായാട്ട് ശങ്കരൻ്റെ കൂടെ കാറിൽ ഒരേ സീറ്റിലിരുന്ന് യാത്ര ചെയ്തിരുന്നത്, അന്ന് MD യുടെ മുമ്പിൽ പേടിച്ചിരുന്നത്, ഇന്ന് MD യുടെ കൂടെ വേദി പങ്കിടുന്നത്, സാമീപ്യ സമ്പർക്ക സൗഭാഗ്യങ്ങളുടെ ഒരു ഘോഷയാത്ര നമ്മുടെ ജീവിതത്തിലും നമുക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ അവിടെ നമ്മുടെ മൺതരിക്ക് തങ്കത്തിൻ്റെ ഒരു ഗുണം ലഭിക്കുന്നത് നമ്മൾ കാണുന്നു. എന്നെ പോലൊരു പരിചയമില്ലാത്തൊരു പയ്യൻ ചെന്ന്, എനിക്ക് മറക്കാൻ കഴിയില്ല എൻ്റെ അന്നത്തെ യാത്ര. കോഴിക്കോട് നിന്ന് ബസ് കയറി, കോവിലൻ്റെ വീട് അറിഞ്ഞൂടാ, ചൂണ്ടലിൽ ബസ് ഇറങ്ങി, അവിടുന്ന് പോയി വേറൊരു ബസ് കയറി, പിന്നെങ്ങനെ പോയി. അന്ന് വൈദ്യുതിയൊന്നും അത്ര പ്രചരിക്കാത്ത കാലം, പലയിടത്തും മണ്ണെണ്ണ വിളക്ക്. ആ സമയത്ത് കോവിലൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു പരിചയമില്ലാത്ത സാഹിത്യകാരന്മാരൊക്കെ ക്ഷണിക്കാൻ പോകുമ്പോൾ ഒരു പരിചയമില്ലാത്തൊരു പയ്യൻ ചെല്ലുമ്പോൾ ആ ക്ഷണമൊന്നും ആരും പരിഗണിച്ചോളുന്നില്ല. അതും കോളേജ് യൂണിയൻ ഉദ്ഘാടനം. ഇന്നത്തേക്കാൾ മോശമാണെന്ന്. കോളേജിൽ കൂവുക, സിനിമാ നടന്മാർ പോലും ഞങ്ങൾ വരില്ല എന്ന് പറയുക, അങ്ങനെയൊക്കെ ഒരു കാലമാണ്. പ്രേം നസീറിനെ ക്ഷണിക്കണം, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഒഴിഞ്ഞു പറയുന്നത്. കാരണം ഏതൊരു കോളേജിൽ പോയിട്ട് കൂക്കി യേശുദാസിനെ ജുബ്ബയോടടക്കം പിച്ചി മാന്തി, ഇതൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. മഹാനായ കോവിലൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഉമ്മറത്തിരുന്നത്, ചെന്ന് കണ്ടപ്പോൾ എല്ലാം കേട്ടിരുന്നത്, വളരെ പരിചയമില്ലാത്തൊരു പയ്യൻ വന്നിട്ട് ക്ഷണിച്ചപ്പോൾ ആ യോഗത്തിന് വരാമെന്ന് സമ്മതിച്ചത്, പിന്നെ ഞങ്ങൾ കോളേജിൽ കാത്തു നിൽക്കുമ്പോൾ കാറും പിടിച്ച് വന്നത്, ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ടുപോയത്, ആ യോഗം തന്നെ ഒരു സംഭവമായി. അതിലേക്ക് പോയാൽ കിടക്കുന്നില്ല. അതിനെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് ഗോപി പുതുക്കോട് അടുത്ത ദിവസം ഒരു വാരാന്ത പതിപ്പിൽ ലേഖനം എഴുതിയിരുന്നു. ഗോപി അത് ഓർക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി, ആ സമ്മേളനം തന്നെ. പക്ഷെ ആരോ ഒരാൾ പ്രസംഗത്തിൻ്റെ ഇടയിൽ അന്നത്തെ കോളേജിലെ എന്തോ ഒരു അപശബ്ദം ഉണ്ടാക്കി. കുട്ടികൾ അവരുടെ ശൈലി എന്തോ ഒരു ഒച്ച വെച്ചു. കോവിലൻ പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ വിശപ്പിനെ കുറിച്ച് എഴുതിയ എഴുത്തുകാരനാണ്, നിങ്ങൾക്കെന്നെ അറിയില്ലായിരിക്കാം, നിങ്ങളുടെ അച്ഛന്മാർ എൻ്റെ പുസ്തകം വായിച്ചവരാണ്. എൻ്റെ മനസ്സിൽ ഇന്നും ആ ഒരു പൗരുഷമുള്ള ആ ഊക്ക്, ആ വാക്കിൻ്റെ നെഞ്ചൂക്ക്, നിങ്ങളുടെ അച്ഛന്മാർ എൻ്റെ പുസ്തകം വായിച്ചവരാണ് എന്ന് പറയുമ്പോൾ ആ ആത്മാർത്ഥത, എഴുത്തിലും പ്രസംഗത്തിലും ഒക്കെ മനുഷ്യന് നഷ്ടപ്പെടാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സിൻസിയറിറ്റിയാണ്, കമ്മിറ്റ്മെൻ്റാണ്. തീർച്ചയായും ഇത്രയും ആത്മാർത്ഥമായി ജീവിതത്തെ സമീപിച്ച കോവിലൻ എന്ന സാഹിത്യകാരനെ എഴുത്തുകാരനെ വന്ദിച്ചുകൊണ്ട് ആദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇനി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നതിൽ കോവിലൻ ഒരുപക്ഷെ എനിക്ക് മാപ്പ് തരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഉപസംഹാരം നിർവഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം സത്യസന്ധതയാണ് കോവിലൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര. ഈ യോഗം അവസാനിക്കാൻ പോവാണ്, ഞാനിത് ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞാൽ കോവിലൻ ജീവിക്കുകയാണെങ്കിൽ എന്നെ രൂക്ഷമായി നോക്കിയെന്ന് വരും. അത്രയും സത്യസന്ധനായിരുന്നു അദ്ദേഹം, അത്രയും സുതാര്യനായിരുന്നു അദ്ദേഹം. ഞാനിതിൻ്റെ എൻ്റെ എളിയ വാക്കുകൾ സമ്മേളനത്തിന് നന്ദി പറയുന്നതിനായി കോവിലൻ ട്രസ്റ്റിൻ്റെ നിർണായക ബിന്ദുവായ AD ആന്റോണിയെ ക്ഷണിക്കുന്നു. ഈ അനുസ്മരണ സമ്മേളനം സാർത്ഥകമാക്കിയ വിശിഷ്ട സഭയ്ക്ക് നന്ദി രേഖപ്പെടുത്താനാണ് ഞാൻ വന്നു നിൽക്കുന്നത്. കോവിലൻ ശിഥിലധാരകൾ കണ്ണീരിൽ എന്ന ലേഖനം ആരംഭിക്കുന്നത് തന്നെ ജൈവ വികാസ പരിണതിയുടെ
ഏതോ അതീത തലങ്ങളിൽ എന്നോ എവിടെയോ വെച്ച് മനുഷ്യനിൽ വിവേകം എന്ന മാനസിക പ്രഭാവം ഉണർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. വരികൾ ഞാൻ വീണ്ടും ആവർത്തിക്കാം. ശിഥിലധാരകൾ കണ്ണീരിൽ എന്ന് ആരംഭിക്കുന്ന എന്ന തലക്കെട്ടുള്ള ലേഖനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ജൈവ വികാസ പരിണതിയുടെ അതീത തലങ്ങളിൽ എന്നോ എവിടെയോ വെച്ച് മനുഷ്യനിൽ വിവേകം എന്ന മാനസിക പ്രഭാവം ഉണർന്നു. ബുദ്ധി എന്നല്ല കോവിലൻ ഉപയോഗിക്കുന്നത്, അത് വിവേകം എന്നാണ്. മറ്റൊരു സ്ഥലത്ത് കോവിലൻ പറഞ്ഞു, പ്രൈമേറ്റ്സുകളിൽ മനുഷ്യനെ ഒന്നുകിൽ കൊല്ലാൻ അല്ലെങ്കിൽ മരിക്കാൻ, ഒരാശയത്തിന് വേണ്ടി കൊല്ലാനോ മരിക്കാനോ ഉള്ള പ്രവണതയുണ്ട്. പക്ഷെ അതിനെ ഏറ്റവും സത്യസന്ധമായി ആത്മാർത്ഥമായി വിവേകത്തോടെ ഉപയോഗിക്കാൻ വാക്കുകളെ ഉപയോഗിക്കുന്നവനാണ് നല്ല മനുഷ്യനെന്ന്. ഈ വർഷം നമ്മുടെ അനുസ്മരണ സമ്മേളനത്തിന് എത്തിച്ചേർന്ന ഉദ്ഘാടകനും അധ്യക്ഷനും അനുസ്മരണ സമ്മേളനം നടത്തിയവരും പ്രബന്ധം അവതരിപ്പിച്ചവരുമെല്ലാം മനുഷ്യൻ്റെ വിവേകം എന്ന മാനസിക പ്രഭാവത്തിന്, അറിവിനെ തന്നെ ആഡംബരത്തിനുള്ള അറിവല്ല, കരുണ നിറഞ്ഞ അറിവേ അറിവാകൂ എന്ന കോവിലൻ ദർശനത്തെ എല്ലാ അർത്ഥത്തിലും അന്വർത്ഥമാക്കിയവരാണ്. അവർക്കെല്ലാവർക്കും കോവിലൻ ട്രസ്റ്റിൻ്റെയും സംഘാടക സമിതിയുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ MP അബ്ദുൾ സമദ് സമദാനി ഒറ്റ ഫോൺ കോളിൽ അദ്ദേഹം ഈ പറഞ്ഞ എല്ലാ ആത്മാർത്ഥതയോടും കൂടി അത് ഏൽക്കുകയായിരുന്നു. പിന്നെ അനവധി തിരക്കുകൾ ഉണ്ടായിട്ടും ഇവിടെ ഓടിയെത്താൻ വേണ്ടി പ്രയത്നിച്ച ആ മഹാമനസ്കതയ്ക്ക് കോവിലൻ ട്രസ്റ്റിൻ്റെ പേരിൽ, സംഘാടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അധ്യക്ഷപദം അലങ്കരിച്ച R ഗോപാലകൃഷ്ണൻ സാർ ട്രസ്റ്റിനോടെന്നും വളരെ താല്പര്യവും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സജീവ പിന്തുണയും നൽകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനും ട്രസ്റ്റിൻ്റെയും സംഘാടക സമിതിയുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അനുസ്മരണ സംഭാഷണം നടത്തിയ മാടമ്പ് കുഞ്ഞുകുട്ടൻ കോവിലൻ്റെ പ്രിയമിത്രവും ശിഷ്യ സമ്മാനനുമാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ പ്രൗഢമായ 2 പ്രബന്ധങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. തുടർന്നുള്ള നാളുകളിൽ മലയാളത്തിലെ വളരെ ശ്രദ്ധേയമായ കൃതികളിൽ അഥവാ മാസികകളിൽ അച്ചടിച്ചു വരേണ്ട, ഒരുപക്ഷെ കോവിലൻ ട്രസ്റ്റ് തന്നെ പ്രസിദ്ധീകരിക്കുന്ന പ്രൗഢമായ 2 പ്രബന്ധങ്ങളോട് അവതരിപ്പിച്ച ഡോക്ടർ L തോമസ് കുട്ടി സാറിനും PN ഗോപികൃഷ്ണൻ സാറിനും കോവിലൻ ട്രസ്റ്റിൻ്റെയും സംഘാടക സമിതിയുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ 3 മണി മുതൽ ഈ നിമിഷം വരെ വളരെ സന്തോഷത്തോടു കൂടി ഈ സദസ്സിനെ അലങ്കരിച്ച, ഈ സദസ്സിൽ വളരെ സജീവമായി പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ 4 വർഷങ്ങളിലും ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, സംഘാടക സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന ട്രസ്റ്റ് അംഗങ്ങൾക്ക് പ്രത്യേകിച്ചും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ചെയ്യുന്നത് സദസ്സിലിരിക്കുന്നവർ, വേദിയിലിരിക്കുന്ന മനുഷ്യർക്കൊപ്പം ഒരു കുടക്കൽ ശില്പം സദസ്സിലിരിപ്പുണ്ട്. എത്രയും വേഗം ഈ ശില്പം ഏറ്റുവാങ്ങാൻ ഇറോം ശർമിള ഇവിടെ എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എന്നാണോ ഞാൻ ജയിൽ വിമുക്തയാകുന്നത് അന്ന് ഇവിടെ വന്നത് ഏറ്റുവാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ് ആക്ടിവിസ്റ്റ് ഇന്ത്യ പുരസ്കാരം ഏറ്റുവാങ്ങി തിരിച്ചേൽപ്പിച്ച ഇറോം ശർമിള എത്രയും വേഗം ഇവിടെ എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സമ്മേളനം അവസാനിപ്പിക്കുന്നു.